മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും ആവില്ല. വിജയം നേടാൻ ശ്രമിക്കുക, അസൂയയെ മാറ്റി നിർത്തുക, അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുക, സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്. എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. മോശം സുഹൃത്തുക്കൾ നിങ്ങളുടെ നിഴലുകളിൽ നിന്ന് വ്യത്യസ്തമല്ല. നിങ്ങളുടെ ഏറ്റവും തിളക്കമുള്ള സമയങ്ങളിൽ അവർ നിങ്ങൾക്ക് ചുറ്റും ചുറ്റിത്തിരിയുന്നു. എന്നാൽ നിങ്ങളുടെ ഇരുണ്ട സമയങ്ങളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ജീവിതത്തിൽ ചെയ്ത നല്ലതൊന്നും വ്യർത്ഥമായി പോകുന്നില്ല. അത് തീർച്ചയായും ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊന്നിൽ തിരികെ വരും. ആരും നമുക്ക് സ്വന്തമല്ല. മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേയുള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക്. ചിലരെ നാം അന്ധമായി വിശ്വസിക്കുന്നത് മൂലം രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കും. ഒന്നുകിൽ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാഠം. ചിരിയുടെ പിന്നിലെ ദുഃഖവും മിഴിയുടെ പിന്നിലെ കണ്ണുനീരും ദേഷ്യത്തിന് പിന്നിലെ സ്നേഹവും അറിയുന്നതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് പലപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാറുണ്ടെന്നതാണ് സത്യം. ചിലരുണ്ട് കർമ്മം കൊണ്ട് കൂടപ്പിറപ്പായവർ, നന്മ കൊണ്ട് നെഞ്ചിൽ കയറിക്കൂടിയവർ. ആത്മവിശ്വാസം ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുന്നു. എല്ലാത്തിലും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് സ്ഥിരമല്ലാത്ത അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയോ പരാജയത്തിൽ അഗാധമായി ദുഃഖിക്കുകയോ ചെയ്യരുത്. ദൈവം നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ ധൈര്യമായി മാറ്റുവാനും അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനും ഉള്ള ബുദ്ധി തന്നിട്ടുണ്ട്. അത് ശരിയായി ഉപയോഗിക്കാനുമുള്ള വിവേകം നമ്മൾ കാണിച്ചാൽ മതി. ഒരിക്കൽ പ്രണയിതാക്കൾ ആയി പിരിഞ്ഞവർ പിന്നീട് നല്ല സുഹൃത്തുക്കൾ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. ദിവസവും 5 ഗാനങ്ങൾ കേൾക്കുന്നവർക്ക് കൂടിയ ഓർമ്മശക്തിയും പ്രതിരോധശക്തിയും ലഭിക്കും. ഇവർക്ക് വിഷാദരോഗം വരാനുള്ള സാധ്യത കുറവായിരിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ പഠിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പോരാടുന്ന ആളുകൾ. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അവസാനത്തെ വ്യക്തിയാണ് ഒന്നുകിൽ നിങ്ങളുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിന് കാരണം. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ച എനിക്ക് എന്നെത്തന്നെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ എന്നെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ എല്ലാവരെയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. തങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിൽ ആളുകൾ വളരെ കഴിവുള്ളവരാണ്. തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്. എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസകരമാണ്. അസൂയക്കാരന് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകില്ല. എന്നാൽ നന്നായി ജീവിച്ചവൻ മരണത്തെപ്പോലും ഭയക്കുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത ഉപേക്ഷിക്കുന്നതിൽ ആണ് വിജയിക്കുന്നതിനുള്ള ഏറ്റവും കൃത്യമായ മാർഗം. എല്ലായ്പ്പോഴും ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ്. സ്ത്രീകൾക്ക് ഒരു ആണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ 2 കാര്യങ്ങൾ മതി. 1. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. 2. അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. ആരുടെയെങ്കിലും അടുക്കൽ എന്ത് നല്ലത് കണ്ടാലും അവരോട് അത് പറയുക. നിങ്ങൾ പറയുന്ന കാര്യം അവർ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിക്കും നമ്മളെക്കാൾ നന്നായി പലതും അറിയാം. അത് കണ്ടെത്താനും ഉപയോഗിക്കാനും വേണ്ടത്ര സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. വാക്കുകൾ നിങ്ങൾക്ക് ചിന്തകളുടെ ചിന്ത നൽകുന്നു. സംഗീതം നിങ്ങൾക്ക് അനുഭൂതികളുടെ അനുഭൂതി നൽകുന്നു. ഒരു ഗാനം നിങ്ങൾക്ക് ചിന്തകളുടെ അനുഭൂതിയെ കാട്ടിത്തരുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തെരഞ്ഞെടുക്കുക. നിങ്ങളുടെ തിരക്കഥ എഴുതാൻ മറ്റുള്ളവരെ അനുവദിക്കരുത്. ദാരിദ്ര്യം ധീരത കൊണ്ടും പഴയ വസ്ത്രം വൃത്തി കൊണ്ടും രുചി കുറഞ്ഞ ആഹാരം ചൂടുകൊണ്ടും സൗന്ദര്യമില്ലായ്മ സ്വഭാവഗുണം കൊണ്ടും പരിഹരിക്കപ്പെടുന്നു. നിങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് കെടാവിളക്കാവുക. അല്ലാത്തവർ വിളക്കാകും, പക്ഷേ വെളിച്ചമുണ്ടാകില്ല.
ജീവിതം ഒരിക്കലും നീതിയുക്തമല്ല. ഒരുപക്ഷേ നമ്മിൽ മിക്കവർക്കും അത് അങ്ങനെയല്ല എന്നത് ഒരു നല്ല കാര്യമാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും ആവില്ല. വിജയം നേടാൻ ശ്രമിക്കുക, അസൂയയെ മാറ്റി നിർത്തുക, അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുക, സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്. എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്. ആകർഷകമായ, സ്വാഗതം ചെയ്യുന്ന സംസാരം മാത്രം സംസാരിക്കുക. മറ്റുള്ളവർക്ക് ഒരു ദോഷവും വരുത്താത്ത സംസാരം സന്തോഷകരമായ കാര്യമാണ്. വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിൽ അല്ല മഹാത്മ്യം, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിൽ ആണ്. നിങ്ങളെ സന്തോഷത്തോടെ മാത്രം കാണാൻ ഉദ്ദേശിച്ചിട്ടുള്ള വ്യക്തിയെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ആത്മവിശ്വാസമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുന്നു. നിങ്ങൾ തന്നെയാണ് മുഴുവൻ പ്രപഞ്ചത്തിലെ മറ്റാരേക്കാളും നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും അർഹിക്കുന്നത്. ശബ്ദം കുറച്ച് പലിശമായ ശൈലിയിൽ സംസാരിക്കുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പൊതുവെ ആകർഷിക്കപ്പെടുന്നത് അവരുടെ ആത്മവിശ്വാസവും എടുത്തുചാട്ടവും ഇല്ലായ്മയും സ്ത്രീകൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരിക്കലും ആരെയും അമിതമായി ആശ്രയിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും നല്ലതാകുമ്പോൾ അല്ല, എല്ലാത്തിൻ്റെയും നല്ല വശം കാണാൻ കഴിയുമ്പോഴാണ് സന്തോഷം നമ്മുടെ ഉറ്റമിത്രം ആകുന്നത്. നിങ്ങളെ ബഹുമാനിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യാത്ത ഒരാളെ നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു നേട്ടമാണ്, നഷ്ടമല്ല. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനും ആക്കുന്നു. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല, അത് തുടരാനുള്ള ധൈര്യമാണ്. വിജയതീരം കാണും വരെ ജീവിതം കൈവരികളില്ലാതെ ഒരു വലിയ തൂക്കുപാലം പോലെയാണ്. ഓർമ്മിക്കുക, നിങ്ങൾ ചുവടുകൾ വെക്കുമ്പോൾ ശ്രദ്ധയോടെയും വളരെ തന്ത്രത്തോടെയും ആണ് ചുവടുകൾ വെക്കുന്നത് എന്ന് ഉറപ്പാക്കുക. നിങ്ങൾ വിജയിക്കുമോ? നിങ്ങൾ തീർച്ചയായും വിജയിക്കും. നിങ്ങൾക്ക് തടസ്സങ്ങളും പ്രതിരോധവും നേരിടേണ്ടി വരും, പക്ഷേ ആത്യന്തികമായി അവ നിങ്ങളെ ഏറ്റവും മികച്ചതും അതുല്യവുമാക്കുന്നു. വെള്ളത്തിൽ നിന്ന് പഠിക്കാനുള്ള മനോഹരമായ കാര്യം, ഏത് സാഹചര്യത്തിലും ഏത് രൂപത്തിലും വെള്ളം ക്രമീകരിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കണം എന്നതും, എന്നാൽ ഒഴുകാൻ നിങ്ങളുടേതായ വഴി കണ്ടെത്തണം എന്നതുമാണ്. ഈ ലോകത്ത് ആരെയും അധികം ആശ്രയിക്കരുത്. കാരണം ഇരുട്ടിൽ സ്വന്തം നിഴൽ പോലും നിങ്ങളിൽ നിന്ന് അകലും. ചിലരുണ്ട് കർമ്മം കൊണ്ട് കൂടപ്പിറപ്പായവർ, നന്മ കൊണ്ട് നെഞ്ചിൽ കയറിക്കൂടിയവർ. സ്വയം സംസാരിക്കുന്ന ആളുകൾ പൊതുവെ കൂടുതൽ ബുദ്ധിശക്തി ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങളുടെ കുറവുകൾക്ക് കൂടി നന്ദി പറയുമ്പോൾ അവ അനുഗ്രഹങ്ങളായി മാറും. നിങ്ങൾക്കു മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കരുത്. പകരം അവയെ നിങ്ങളുടെ കാൽക്കീഴിൽ വെക്കുക. അത് നിങ്ങളുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക. വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല, സ്വപ്നം കാണുകയും വേണം. ആസൂത്രണം ചെയ്യുക മാത്രമല്ല, വിശ്വസിക്കുകയും വേണം. മുനയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോൾ ആവും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകൾ ആയിരുന്നു നമ്മളെന്ന്. എവിടെയും ജയിക്കുന്നതിന് നിങ്ങൾ ഒന്നിലധികം തവണ യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാം. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു. ഓരോ അവസരങ്ങളിലും അവൾ നിങ്ങളുടെ എല്ലാമെല്ലാമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുമ്പോഴാണ് ഒരു സ്ത്രീ ഏറ്റവും സന്തോഷിക്കുന്നത്. മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് എപ്പോഴും ഓർക്കുക. ദമ്പതികൾ തമ്മിൽ സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, അവർ തമ്മിൽ സുഹൃത്തുക്കളെപ്പോലെ ഇടപഴകാൻ
പഴകാൻ കഴിയാത്തതാണ് എപ്പോഴും പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ്. ആത്മവിശ്വാസം കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു മുറിയിലേക്ക് നടന്നുപോയി അവിടെ നിന്ന് സ്വയം ചിന്തിക്കുക, ഈ ലോകത്തുള്ള എല്ലാവർക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന്. സ്ത്രീകൾ മരങ്ങളിൽ നിൽക്കുന്ന ആപ്പിൾ പോലെയാണ്. ഏറ്റവും മികച്ചത് മരത്തിന്റെ മുകളിലാണുള്ളത്. പുരുഷന്മാർക്ക് പൊതുവെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആപ്പിൾ വേണ്ട. കാരണം അവർക്ക് താഴെ വീഴുമോ, മുറിവുകൾ പറ്റുമോ എന്ന ഭയമാണ്. പകരം അവർക്ക് പഴുത്ത് താഴെ വീണ ആപ്പിൾ മതി. അത് കിട്ടാൻ എളുപ്പമാണ്. ഒരു യഥാർത്ഥ പുരുഷന് ഒരു സ്ത്രീയെ എങ്ങും തൊടാതെ തന്നെ പ്രണയിക്കാൻ കഴിയും, അവളുടെ ഹൃദയത്തെ മാത്രം സ്പർശിച്ച്. എപ്പോഴും നമുക്ക് ചുറ്റും പരിഹസിക്കുന്നവർ ഉണ്ടാകാം, നമ്മളെ തളർത്തുന്നവർ കൂടെയുണ്ടാകും. അവർക്ക് നേരെ അല്പനേരം കണ്ണടയ്ക്കാം. കഠിനാധ്വാനം ചെയ്യാതെ ചെയ്യാൻ തയ്യാറായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ വിജയതീരത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നെഗറ്റീവ് വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കുക. ഓരോ പരിഹാരത്തിനും അവർ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. വിഡ്ഢിയാക്കപ്പെടുകയാണെന്നറിഞ്ഞിട്ടും വിഡ്ഢിയായി ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. എത്ര പറ്റിക്കപ്പെട്ടാലും പറ്റിച്ചേർന്നു നിൽക്കുന്ന മനുഷ്യർ. ചില സമയങ്ങളിൽ വിഡ്ഢി എന്നതിന് സ്നേഹം എന്നുകൂടി അർത്ഥമുണ്ട്.